ചെറിയ പെരുന്നാളിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. പുതുവസ്ത്രങ്ങളും വിഭവങ്ങളും തയ്യാറാക്കാനുള്ള സാധനങ്ങളുമെല്ലാം വാങ്ങാനുള്ള തിക്കിലും തിരക്കിലുമാണ് വിപണികളും. കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്നും റിയാസ് KMR തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. എല്ലാവരും ചെറിയ പെരുന്നാളിൻ്റെ മുന്നൊരുക്കത്തിലാണ്. ചെറിയ പെരുന്നാൾ ഇനി നാളെയാണ്. അപ്പോൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഓരോ വ്യക്തികളും. മാത്രമല്ല ഇവിടെ മിഠായി തെരുവിൽ ഓരോ കച്ചവടം പൊടിപൊടിക്കുകയാണ്. പ്രത്യേകിച്ച് വസ്ത്ര വിൽപ്പനയും ഒപ്പം മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നെല്ലാമുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഈ കോഴിക്കോട് മിഠായി തെരുവിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാം. ഇതാ ഇവിടെ മിഠായി തെരുവിൽ ഇതാ ഈ വസ്ത്ര വ്യാപാരം പൊടിപൊടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരോട് തന്നെ ചോദിച്ചറിയാം, എന്തുണ്ട് പെരുന്നാളിന്റെ വിൽപ്പന? സെയിലാണ് ഏട്ടാ, അടിപൊളി സെയിലാണ്, കുഴപ്പമില്ലാത്ത പെരുന്നാൾ എന്ന് പറയാം. ഒരുപാട് വിഷുവൊക്കെ ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ട് തെരുവിൽ കേട്ടോ. റാത്താണ് ഞങ്ങളെ കാര്യമൊക്കെ, റാത്താണ്. ജനങ്ങൾ നല്ല പൈസ ബാക്കി സാധനം എടുക്കുന്നുണ്ട്. കൊറോണ കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന പെരുന്നാളാണ്. അത് അൽഹംദുലില്ലാ റാത്ത് കേട്ടോ പറഞ്ഞ മാതിരി. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കച്ചവട മേഖലയെല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഈ നല്ല രീതിയിലുള്ള ഒരു പെരുന്നാളാണ് എന്ന് കച്ചവടക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആളുകളുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പെരുന്നാളിന്റെ സാധനങ്ങൾ വാങ്ങാനെത്തിയാണോ? അതെ, പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാനെത്തിയാണ്. എങ്ങനെയാണ് നാളെ ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്? എങ്ങനെ? നാളെ ഞങ്ങൾ സാധാരണ പോലെ കൊറോണയ്ക്ക് ശേഷം ഒന്ന് സ്വയമായിട്ട് അടിപൊളിയാക്കാൻ പോകണം. എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി. ഇവിടെ പൊതുവെ വില കുറവാണ്, നല്ല വില കുറവുണ്ട്. മിഠായി തെരുവ് നല്ല വില കുറവ്. ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വരുന്നത്. ഞങ്ങൾ പരപ്പരങ്ങാടി. തീർച്ചയായും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും കോഴിക്കോടിൻ്റെ ഈ മിഠായി തെരുവിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ, പെരുന്നാളിനുള്ള സാമഗ്രികളെല്ലാം തന്നെ ശേഖരിക്കാനായി ഇവിടേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഉള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ കച്ചവടം പൊടിപിടിക്കുന്ന ഒരു കാഴ്ച കാണാം. ഇവിടെ ഒരു കടയ്ക്കകത്തേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിച്ച് അറിയേണ്ടതുണ്ട്. എങ്ങനെയുണ്ട്, പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ വന്നാണോ? പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയോ? അതല്ലേ, എന്താ വാങ്ങിക്കുന്നത്? നൈറ്റ് വാങ്ങണം. മാക്സി വാങ്ങണം. ഇപ്പം ഈ ലാസ്റ്റ് ദിവസത്തേക്ക് വാങ്ങാൻ നിന്നതിന്റെ കാരണം എന്താ? നേരത്തെ വാങ്ങി വെച്ചില്ലേ? രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ വീട്ടിലിരുന്നു. പിന്നെ ഇറങ്ങിക്കളാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പെരുന്നാളിന് പ്രായമില്ല അല്ലേ? പെരുന്നാൾ നല്ല മനോഹരമായിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്താ പേരെന്താ? മുഹമ്മദ്. ഇത്താടെ പേരെന്താ? മറിയുമ്മ. ഈ രണ്ട് വൃദ്ധ ദമ്പതികളാണ്. ഇവര് മാത്രമേ ഇവരുടെ വീടുകളിലുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് പെരുന്നാളിന്റെ പ്രത്യേകത. കാരണം എത്ര പ്രായമായാലും വളരെ സന്തോഷത്തോടുകൂടി അല്ലേ, അഭിമാനത്തോട് ഒന്ന് മറിയുമ്പോൾ ഒന്നിങ്ങി അഭിമാനത്തോടുകൂടി ഇതാ ഈ രണ്ട്, ഇത് തന്നെയാണോ ഈ ഓരോ പെരുന്നാളിന്റെ സൗന്ദര്യവും? പിന്നെ അതായത് അതിന് പ്രായമില്ല, ഒരുപക്ഷെ ഒരു അതിരുകളുമില്ലാതെ അത് ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും മുഹമ്മദ് കയ്ക്കും മറിയമ്മയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അല്ലെ നേരുകയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ കച്ചവടം എങ്ങനെയുണ്ടോ? അവനെ റാത്താണ്, അൽഹംദുലില്ലാ നല്ല കച്ചവടമായി, ഉഷാറായി പോകുന്നുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളും പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണോ? എങ്ങനെയാ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഈ ഇവിടെ ഒരുപാട് ആളുകളെ കാണാം. ഇവിടെയൊക്കെ എന്താ പറയുക, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു അല്ലേ? ഇത്തവണത്തെ കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല കച്ചവടം. റാത്തായിട്ടുള്ള നല്ല കച്ചവടമാണ്. ആളുകൾ മിഠായി തെരുവിലേക്ക് ഓടി വരുന്നുണ്ട്. വരുന്നുണ്ട്. എല്ലാവരും നല്ല റാത്തായിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. വിഷുവിന് പെരുന്നാളൊക്കെ ആയാലും നല്ല കച്ചവടം നടക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ കൊച്ചു കുട്ടികൾ മുതൽ നേരത്തെ കണ്ട മുഹമ്മദ് കെയും മറിയമ്മയും പോലുള്ള വയോധികർ വരെയുള്ള വലിയൊരു സമൂഹം ഇവിടെ പെരുന്നാളിൻ്റെ കച്ചവടം പ്രതീക്ഷിച്ച് പെരുന്നാളിൻ്റെ കോടികളും മറ്റു കാര്യങ്ങളും എടുക്കാനായി കടകളിലേക്ക് വരുന്നു. ഒപ്പം മിഠായി തെരുവിൻ്റെ ഈ തെരുവീതികളിലുള്ള കച്ചവടത്തിലേക്ക് വരുന്നു. അങ്ങനെ അടിമുടി മിഠായി തെരുവ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ആളുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച. ഈ നട്ടുച്ചയ്ക്ക് പോലും അത്തരമൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ വൈകുന്നേരമാകുമ്പോൾ ഇതിനേക്കാളും
നിറയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഈ ചെറിയ പെരുന്നാൾ വളരെയധികം കെങ്കേമമാകട്ടെ, ആഘോഷപൂരിതമാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.